ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെങ്ങോട്ടാ യാത്ര എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇത് നമ്മൾ കോഴിക്കോട് നിന്ന് എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടികളാണ്. അപ്പോൾ ഇത് കോഴിക്കോട് ടൗണാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത്. ആക്ച്വലി പോകുന്നതിന് ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. കസിൻ പ്രഗ്നൻ്റാണ്, അപ്പോൾ അവളെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഇതാണ് അങ്കിളിൻ്റെ വീട്. കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ട് അവളെ കാണാൻ പോകുമ്പം. അപ്പോൾ ഭാവിയുടെ പൂജാമുറിയൊക്കെയാണ്. അപ്പോൾ നൈറ്റ് അത്യാവശ്യം സൗണ്ട് പൊല്യൂഷനൊക്കെ പുറത്തുണ്ട്. കാരണം വീട് റോഡിൻ്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ്. കാരണം നമ്മൾ നാട്ടിലൊക്കെ നിൽക്കുമ്പോൾ കുറച്ചും കൂടി ഉള്ളിലോട്ടുള്ള ഏരിയകളാണ്. അപ്പോൾ ഇത്രയും സൗണ്ട് പൊല്യൂഷനൊന്നും ഉണ്ടാകാറില്ല. എന്നാലും ഞങ്ങൾ പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ ലക്കി ഭാസ്കർ കണ്ടിരുന്നു കേട്ടോ. അത് നല്ല സൂപ്പർ മൂവിയായിരുന്നു. പിന്നെ ഫുഡ് ടൈമായി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് KFC ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ബാക്കി വന്ന് മയണൈസ് ഈ പൂച്ച തിന്നുന്നു വാബി പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പൂച്ച മയണൈസ് ഒന്ന് കാണുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് വെക്കാൻ വിചാരിച്ചു. അത് ഇവന്മാർ രണ്ടാളും കൂടി ഇരുന്നത് കഴിക്കുകയാണ്. പിന്നെ വാഷിംഗ് ഏരിയ ഒക്കെ ഞാൻ പൊതുവേ ആ ഭാഗത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യാറാണ്. മാമനും ആൻറ്റിയും കൂടെ കാശ്മീരിൽ യാത്ര പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പൈനാപ്പിൾ ജാമ കാശ്മീരി കാവാട്ടി എന്തായാലും അടിപൊളിയായിരുന്നു. ഇതിൽ ബദാമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, തേൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ഇമ്മ്യൂണിറ്റി പവറൊക്കെ കിട്ടാൻ പറ്റുന്ന ഒരു ടീ ആണ്. പിന്നെ ഇതാണെങ്കിൽ കുങ്കുമപ്പൂവാണ്. അവർ കാശ്മീരിൽ പോയപ്പോൾ കൊണ്ടുവന്നാന്ന് പറഞ്ഞു. അപ്പം ഇതാണ് കേട്ടോ കുങ്കുമപ്പൂ. അതിൻ്റെ ഉള്ളിൽ ആ ചുവപ്പ് സാധനമാണ് നമ്മളിപ്പം പാലിലൊക്കെ ഇട്ട് കഴിക്കുന്നത്. അതേപോലെ തന്നെ ഇത് അവിടുത്തെ എന്തോ ഒരു ഇഴലക്ക പോലുള്ളൊരു സംഭവമാണ്. എന്തായാലും ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നു നമ്മളെ നാട്ടിലുള്ളതിനെ. അപ്പോൾ ഇന്നത്തെ ഡേ അങ്ങനെയൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ ഞാൻ കുളിച്ചൊക്കെ മാറ്റി രാവിലെ തന്നെ അമ്പലത്തിൽ പോകാനുള്ള പരിപാടിയാണ്. നമുക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പം രാവിലെ തന്നെ അമ്പലത്തിലേക്കാണ് യാത്ര. ഉള്ളിൽ അങ്ങനെ വീഡിയോസ് നല്ലോടല്ല. അപ്പം കുറച്ച് കുളങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഇതിൻ്റെ നടുക്കൊരു കിണറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഊളിയിടുമ്പോൾ ഒക്കെ നല്ല ശ്രദ്ധിക്കണം എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കേട്ടോ വഴുക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നു. ഇല്ലേ അമ്മ? എവിടെ നിന്നായിരുന്നു? ഭഗവതി ക്ഷേത്രം. പുറമേന്ന് നോക്കുമ്പോൾ കുഞ്ഞൊരു അമ്പലമായിട്ട്, പക്ഷെ ഉള്ളിൽ നല്ല വിസ്താരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക്. പിന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു ആൽമരമാണ്. ഇവിടെ ഉത്സവങ്ങളൊക്കെ അടുത്ത മാസം നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അടുത്ത മാസം വരാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മച്ചൻ എല്ലാവരും കൂടി പിന്നെ എഴുത്തിനെത്തി ആദ്യമായിട്ട് ഈ അമ്പലത്തിലാണ് ഞാൻ ആദ്യാക്ഷരം കുറിച്ചത്. അപ്പോൾ ഈ അമ്പലമാണെങ്കിൽ മാമൻ്റെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ കിട്ടിയ നമ്മുടെ പൂവും പ്രസാദം എല്ലാം കൂടെ ഞാൻ പൂജാമുറിയിൽ കൊണ്ടുവെക്കുകയാണ്. ഈ നെക്സ്റ്റ് പരിപാടി നമ്മൾ ഫുഡൊന്നും റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ അമ്മ ആണെങ്കിൽ പത്തിരിയൊക്കെ പരത്തുന്നുണ്ട്. അമ്മയ്ക്ക് നടുവേനൊക്കെയാണ് കേട്ടോ. എന്നാലും പണികളൊക്കെ ചെയ്യും അമ്മ. കൊച്ചു പണികളൊക്കെ ചെയ്യും. പിന്നെ എല്ലാവരും കൂടെ നമുക്ക് ചായ കുടിക്കാനുള്ള. ഇതെൻ്റെ മാമനാണ്. അപ്പോൾ ഇന്ന് കുറച്ച് എന്താ പറയുക സോങ്സ് പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏത് പാട്ടാ പാടാൻ പോകുന്നത് മമ്മ? ഞാനൊരു അയ്യപ്പ ഭക്തിഗാനം. ഓക്കെ, അപ്പോൾ നമുക്ക് കേൾക്കാം. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം, ഒളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തര ഹോരാത്രം. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം, ഒളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തര ഹോരാത്രം. കുങ്കുമപ്പൊട്ട പാല് എന്തൊക്കെയാണ് ഞാൻ കഴിക്കട്ടെ.
എല്ലാവർക്കും ഉണ്ടോ? എല്ലാവരും വിളിക്കട്ടെ. അമ്പലത്തിൽ പോയി വന്നപ്പോഴേക്കും കുങ്കുമപ്പൂട്ട പാലും കോഴിമുട്ടയൊക്കെയാണ് കഴിച്ചത്. പിന്നെ കുറച്ച് ഫുഡ് നമ്മൾ പത്തിരിയും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഫുള്ളാണ്. അപ്പം മാമനും അമ്മയ്ക്കാണെങ്കിൽ മീൻസ് നമ്മളൊക്കെ വന്ന വലിയ ഹാപ്പിയാണ്. നമ്മളെ വീട്ടിലൊക്കെ ആരൊക്കെ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. നമുക്കിപ്പോൾ ജോലീൻ്റെ തിരക്കൊക്കെ ആയത് കാരണം എപ്പോഴും എങ്ങോട്ടൊന്നും പോകാൻ പറ്റാറില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് നമ്മൾ പറ്റുന്ന വീടുകളിലൊക്കെ പോവുകയാണ്. അപ്പോൾ മാമനാണെങ്കിൽ കറിവേപ്പില പൊട്ടിച്ചതാണ്. അത് അത്രയും വലിയ കറിവേപ്പിലയുടെ മരം. സീരിയൽ ഫാൻസ് അസോസിയേഷൻ, സീരിയൽ ഫാൻസ് അസോസിയേഷൻ, സീരിയൽ കമ്മിറ്റി. ഓ ഗോഡ്, ഇത് സിനിമ പോലെ ഇപ്പോ ട്രെയിലറൊക്കെ ഉണ്ടല്ലോ. ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ സീരിയൽ കാണാനുള്ള പരിപാടിയാണ്. ചേട്ടൻ പോയിട്ട് കരിമ്പ് ജ്യൂസൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇനി സീരിയൽ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ കൂടെ നാടൻ കരിമ്പ് ജ്യൂസ് എല്ലാവരും കൂടി കുടിച്ച് നമുക്ക് സീരിയലൊക്കെ കണ്ടിരിക്കാൻ വിചാരിച്ചിരിക്കും. കണ്ടിരുന്ന സമയം പോയായിരുന്നില്ല. അപ്പോൾ ഫുഡിനുള്ള ടൈമായി. ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഫുഡിൻ്റെ സെക്ഷൻസാണ്. ഉച്ചയായി. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ചക്ക സാമ്പാർ, ചട്ടി സാമ്പാർ, ചക്ക സാമ്പാർ, പൊരിച്ചത്, ഞണ്ട് ഫ്രൈ, ഇത് ചക്ക തോരൻ, ചക്ക മുതലുപ്പേരി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനി ഒരു മാമൻ്റെ വീട്ടും കൂടെ പോകാനുണ്ട്. അവിടെയും കൂടെ നമുക്ക് കവർ ചെയ്യണം. എന്നിട്ട് വേണം റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട്. ഇത് ഇവർ അവിടുന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് മാമൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഡാഡീൻ്റെ അമ്മേൻ്റെ വീട്ടിലാണ് ഉച്ചയ്ക്ക് എല്ലാവർക്കും ഉറങ്ങുന്ന പരിപാടി ഉണ്ട്. എല്ലാവരും ഉറക്കമായിരിക്കും. അപ്പം ഞങ്ങളവിടെ കയറിയപ്പോൾ എല്ലാവരും ഉറക്കാട്ടോ. അമ്മായിയുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കാൻ പറ്റി. പിന്നെ അവരോടൊക്കെ യാത്ര പറഞ്ഞതാ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എല്ലാവരോടും ഇന്ന് കാണാൻ പറ്റി. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.